സൂര്യഗായത്രിയാൽ ആദിത്യവന്ദനം ചെയ്ത് പൈതൃകങ്ങൾ പെയ്തിറങ്ങിയ വണ്ടാടി കിഴക്കേത്തറ എന്ന ദേശമാകെ ആത്മീയതയുടെ അശ്വത്ഥങ്ങൾ തണൽ വിരിക്കുന്ന തട്ടകമാകെ ഒരുമയോടെ ഒരേ മനസ്സോടെ എന്നെന്നുമെല്ലാം നന്നായി കാണുവാൻ നിറ്റെന്നും പ്രാർത്ഥിക്കുന്ന സന്മനസ്സുകളുടെ കൂട്ടായ്മയോടെ ആ നാടിന്റെ സമ്പൂർണവും സമഗ്രവുമായ സർവ്വ നന്മകൾക്കും കാരണഭൂതയായ സകല ലോകങ്ങൾക്കും അമ്മയായ മഹാമായാസ്വരൂപണി മാരിയമ്മയുടെ തൃക്കല്യാണ മാമാങ്കം പൊങ്കൽ മഹോത്സവം നടത്തുവാൻ വഴിയെഴുതി കൊടിയേറ്റം കുറിച്ചു. എല്ലാവർക്കും 2026 പൊങ്കൽ മഹോത്സവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. വിഘ്നങ്ങളുടെ ഇരുട്ടിനെ അഗ്നിജ്വാലയായി ദഹിപ്പിച്ച് വിജയത്തിന്റെ പ്രഭാതം വിളിച്ചുണർത്തുന്ന ദിവ്യക്രിയയാണ് ഗണപതി ഹോമം. പൊങ്കൽ മഹോത്സവത്തിൽ ഗണപതിയുടെ അനുഗ്രഹസ്പർശത്തിൽ ഭക്തിയുടെ ഓരോ ഹൃദയവും ഐശ്വര്യത്തിന്റെ സംഗീതമായി ഉയർത്തെഴുന്നേൽക്കുന്നു. ശക്തിയുടെ രൂപമായ മഹാമാരിയമ്മയുടെ അനുഗ്രഹത്തിൻ കീഴിൽ വിഘ്നങ്ങളെ വിഴുങ്ങുന്ന ഗണപതിയുടെ അഗ്നിജ്വാലകൾ ഉയരുമ്പോൾ ഭക്തിയും വിശ്വാസവും ഒന്നായിത്തീരുന്ന ദിവ്യ നിമിഷം, അതാണ് ഗണപതി ഹോമം. പൊങ്കൽ മഹോത്സവത്തിൽ അമ്മയുടെ കരുണയും ഗണപതിയുടെ കൃപയും ചേർന്നപ്പോൾ ജീവിതം തന്നെ ഒരു വിജയഗാഥയായി മാറുന്നു. ശ്രീ ഗണപതിയുടെ തിരുനാമക്കുറി തുയിലുണര് തുയിലുണര്. ശ്രീ ഗണപതിയുടെ തിരുനാമക്കുറി തുയിലുണര് തുയിലുണര്. ശ്രീ മഹാദേവനും ശ്രീ പാർവതിക്കും പൊന്നായി വളർന്നവനെ തുയിലുണര് തുയിലുണര്. ആനമുഖവനുക്ക് முதலமൃதூனுக்கு ஐயா துயிலுணரு ஐயா துயிலுணரு. ശ്രീ ഗണപതിയുടെ തിരുനാമക്കുറി തുയിലുണര് തുയിലുണര്. ശിവനേ ശിവനും തിരുമകനേ പിള്ള ഗണപതിയേ ഗണപതിയേ നിന്നെ കൈലാസത്തിൽ പെരുമാൾ തിരുമുൻപിൽ അച്ഛനു കാവലായി അമ്മയിരുത്തി കുളിക്കാൻ പോയി. ശ്രീ ഗണപതിയുടെ തിരുനാമക്കുറി തുയിലുണര് തുയിലുണര്. തിരുമകനായി നീ കാവലിനായി ഇരുന്നരുളും സമയത്തിൽ തിരുമകനായി നീ കാവലിനായി ഇരുന്നരുളും സമയത്തിൽ നിന്നെ പറഞ്ഞു വിട്ട് ചെഞ്ചിട നടുവിലിണങ്ങി മയങ്ങിയ ഗംഗയ മടിയിലിറക്കിയിരുത്തി ഗണപതി നിന്നച്ഛൻ മുപ്പാരിന്നച്ഛൻ ശൃംഗാര നടമാടി ഗംഗയുമായി. അമ്മയോ നിന്നെ നമ്പി അച്ഛനതിലേറെ നമ്പി. അമ്മയോ നിന്നെ നമ്പി അച്ഛനതിലേറെ നമ്പി. രണ്ടുപേർക്കും നല്ല പിള്ള ഗണപതിയേ ഗണപതിയേ. ശ്രീ ഗണപതിയുടെ തിരുനാമക്കുറി തുയിലുണര് തുയിലുണര്. ശ്രീ മഹാദേവനും ശ്രീ പാ
നട്ടല മൃദൂണക്ക് അയ്യാ തുയിലുണര് അയ്യയ്യാ തുയിലുണര്. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാവിലെ മഹാഗണപതി ഹോമത്തോടു കൂടിയിട്ടാണ് കർമ്മങ്ങളൊക്കെ ആരംഭിച്ചത്. മഹാഗണപതി ഹോമം സാധാരണ ഹൈന്ദവ ആചാരപ്രകാരം എന്തെങ്കിലും വിശേഷമായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കാൻ നേരത്ത് അതിൻ്റെ പ്രാധാന്യത്തിൽ നമ്മൾ മഹാഗണപതി ഹോമത്തോടു കൂടിയായിട്ട് കർമ്മങ്ങളൊക്കെ തുടങ്ങുന്നത്. മറ്റു ഹോമങ്ങളിലേക്കാളും വളരെ പ്രാധാന്യമുള്ളതാണ് മഹാഗണപതി ഹോമത്തിന്. സർവദേവതാ സാന്നിധ്യമുള്ളതാണ് മഹാഗണപതി ഹോമം. സാധാരണ ഹോമങ്ങളിൽ അതാത് ദേവൻ്റെ മന്ത്രങ്ങളെ കൊണ്ടാണ് പൂജിക്കുന്നതെങ്കിൽ ഇവിടെ മഹാഗണപതി ഹോമത്തിൽ വിശേഷമായിട്ടുള്ള ദേവീദേവന്മാരുടെ മന്ത്രങ്ങളെ കൊണ്ടാണ് ഓരോ സമുത്തുക്കളും നമ്മൾ ഹോമിക്കുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് മഹാഗണപതി ഹോമം. പിന്നെ ഭഗവാന്റെ ഇഷ്ടനിവേദ്യമായിട്ടുള്ള അഷ്ടദ്രവ്യ കൂട്ടുകൾക്ക് ഭഗവാന്റെ ഇഷ്ട മന്ത്രങ്ങളെ കൊണ്ട് വളരെയധികം ഭംഗിയായിട്ട് ഇവിടെ മഹാഗണപതി ഹോമം നടന്നിരുന്നു. അതിൻ്റെ ഐശ്വര്യ അഭിവൃദ്ധിയേക്കൾ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. പൊങ്കൽ മഹോത്സവത്തിന്റെ മുഹൂർത്തക്കാൽ ഒരുങ്ങുന്നു. അമ്പാഴക്കൊമ്പിൽ വേപ്പിലയും മാവിലയും കൂട്ടിക്കെട്ടി മഞ്ഞളും കുങ്കുമവും കൊണ്ട് അലങ്കാരമുദ്രകൾ ചാർത്തി ശ്രീകോവിൽ വലം വച്ച് അഷ്ടദിക് പാലകരിൽ അഗ്നിദേവൻ ഇരിക്കുന്ന തെക്കുകിഴക്കേ മൂലയിൽ മുഹൂർത്തക്കാൽ നാട്ടുന്നു. മംഗളകർമ്മങ്ങൾക്കായി ശുഭമുഹൂർത്തത്തിൽ നടത്തുന്ന പവിത്രമായ ഒരു ചടങ്ങ്. ഇത് തമിഴ് സംസ്കൃതിയുടെ ഭാഗം. ഇവിടെ അമ്മയുടെ തൃക്കല്യാണം.